pH സ്കെയിൽ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. pH സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡാനിഷ് ശാസ്ത്രജ്ഞനായ സൊറൻസൻ ആണ്. pH സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൊറൻസൻ ആണ്. pH മീൻസ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH മീൻസ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH സ്കെയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ സ്വഭാവം ആസിഡ് ആണോ ആൽക്കലൈൻ ആണോ എന്ന് രേഖപ്പെടുത്തുന്നതിനാണ് pH സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഒരു വസ്തുവിന്റെ സ്വഭാവം ആസിഡ് ആണോ ആൽക്കലൈൻ ആണോ എന്ന് രേഖപ്പെടുത്തുന്നതിനാണ് pH സ്കെയിൽ യൂസ് ചെയ്യുന്നത്. pH സ്കെയിലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 14 വരെയാണ്. 0 മുതൽ 14 വരെയാണ്. ഒരു സബ്സ്റ്റൻസിന്റെ pH വാല്യൂ 7 ആണെങ്കിൽ അതിനെ ന്യൂട്രലായി കൺസിഡർ ചെയ്യുന്നു. ഒരു സബ്സ്റ്റൻസിന്റെ pH വാല്യൂ 7 ആണെങ്കിൽ അതിനെ ന്യൂട്രലായി കൺസിഡർ ചെയ്യുന്നു. അതായത് ആ സബ്സ്റ്റൻസ് നൈദർ അസിഡിക് നോർ ബേസിക്. ഒരു സബ്സ്റ്റൻസിന്റെ pH വാല്യൂ ലെസ് ദാൻ 7 ആണെങ്കിൽ അതിനെ നമ്മൾ അസിഡിക് ആയി കൺസിഡർ ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അതിനെ ബേസിക് ആയി കൺസിഡർ ചെയ്യുന്നു. ഒരു സബ്സ്റ്റൻസിന്റെ pH വാല്യൂ 7 ആണെങ്കിൽ അതിനെ ന്യൂട്രലായി കൺസിഡർ ചെയ്യുന്നു. പ്യുവർ വാട്ടർ എന്ന് പറയുന്നതിന്റെ pH വാല്യൂ എത്രയാ? 7 ആണ് അല്ലേ? അപ്പൊ നമ്മൾ അതിനെ ന്യൂട്രൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സബ്സ്റ്റൻസിന്റെ pH വാല്യൂ ലെസ് ദാൻ 7 ആണെങ്കിൽ നമ്മൾ അതിനെ അസിഡിക് ആയും ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അതിനെ ബേസിക് ആയും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു വസ്തുവിന്റെ pH വാല്യൂ 0 അടുത്താൽ അത് സ്ട്രോങ്ലി അസിഡിക് ആയിരിക്കും. pH വാല്യൂ 14 അടുത്തുണ്ടെങ്കിൽ അത് സ്ട്രോങ്ലി ആൽക്കലൈൻ ആയിരിക്കും. അപ്പോൾ pH മൂല്യം കൂടുന്നതിനനുസരിച്ച് ആൽക്കലൈൻ ഗുണം കൂടുന്നു. pH മൂല്യം കുറയുന്നതിനനുസരിച്ച് അസിഡിക് ഗുണം കൂടുന്നു. ഇനി നമുക്ക് ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ pH വാല്യൂസ് ഒന്ന് നോക്കാം. ബ്ലഡിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7.4 ആണ്. സീ വാട്ടറിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അതേസമയം വാട്ടറിന്റെ അല്ലെങ്കിൽ പ്യുവർ വാട്ടറിന്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 7 ആണ്. അപ്പോൾ സീ വാട്ടറിന്റെ 8ഉം പ്യുവർ വാട്ടറിന്റെ 7ഉം ആണ് pH വാല്യൂ. പിന്നെ ലെമൺ ജ്യൂസിന്റെ pH വാല്യൂ 2.4 ആണ്. അതേസമയം ലൈം വാട്ടറിന്റെ pH വാല്യൂ 12.4 ആണ്. ലെമൺ ജ്യൂസിന്റെ 2.4 അത് നമുക്കറിയാം അല്ലേ? ലെമൺ ജ്യൂസിന് എന്താ അസിഡിക് ക്യാരക്ടർ കൂടുതലാണ് അല്ലേ? അപ്പോൾ അത് 0 അടുത്തല്ലേ നിൽക്കണേ. അപ്പോൾ അതിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 2.4 ആണ്. ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ചുണ്ണാമ്പ് വെള്ളം അല്ലേ? അപ്പോൾ ആ ചുണ്ണാമ്പ് വെള്ളത്തിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 12.4 ആണ്. ഇനി കോഫിയുടെ pH വാല്യൂ 5 ആണ്. ടീയുടെ 5.5 ആണ്. മിൽക്കിന്റെ 6.5 ആണ്. പിന്നെ സലൈവയുടെ pH വാല്യൂ എന്ന് പറയുന്നത് 6.2 to 7.6 വരെ. ഇനി ഓറഞ്ച് ജ്യൂസിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 3.1 മുതൽ 4.1 ഇടയിലാണ്. ഗ്രേപ്പിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 3.4 മുതൽ 4.5 ഇടയിലാണ്. ടൊമാറ്റോയുടെ pH വാല്യൂ എന്ന് പറയുന്നത് 4.2. ഇതിനൊക്കെ അസിഡിക് ക്യാരക്ടർ അല്ലേ കൂടുതൽ. അപ്പോൾ അത് 0 അടുത്തിട്ടായിരിക്കും ഏകദേശം ഇതിന്റെ വാല്യൂസ് ഒക്കെ നിൽക്കുന്നുണ്ടാവുക. ഇനി മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് ഒരു സ്റ്റൊമക് ആസിഡിന്റെ ഒക്കെ ഒരു ന്യൂട്രലൈസിങ് സബ്സ്റ്റൻസ് ആണ്. അതായത് ഇൻഡൈജഷനിൽ നിന്നൊക്കെ റിലീവ് ചെയ്യണ ഒരു സബ്സ്റ്റൻസ് ആണ്. ആ മിൽക്ക് ഓഫ് മഗ്നീഷ്യയുടെ pH വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ വൈൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 2.8 ആണ്. പിന്നെ മനുഷ്യന്റെ കണ്ണുനീരിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. പിന്നെ യൂറിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. സ്കിന്നിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 5.5 ആണ്. പിന്നെ ടൂത്ത് പേസ്റ്റിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 8.7 ആണ്. ഇപ്പൊ നമ്മൾ pH സ്കെയിൽ എന്നുള്ള ടോപ്പിക് കവർ ചെയ്തു. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ.